ഇനി നമുക്ക് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായി ഇവിടെ മുട്ട കഴുകിയെടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് അതിലേക്ക് സ്പൈസസും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 വേവാകുമ്പം ഊറ്റിയെടുക്കാവുന്നതാണ്. മുട്ട ഒരു വിസിലായപ്പോൾ ഓഫ് ചെയ്തിരുന്നു. എയറൊക്കെ പോയ ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചിടാം. ചൂട് പോയ ശേഷം പൊളിച്ചെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം. അതേ എണ്ണയിൽ 2 സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം. കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. സവോള നന്നായി ഫ്രൈ ആയ ശേഷം കോരി മാറ്റി വെക്കാം. ആ സെയിം എണ്ണയിലേക്ക് തന്നെ സജീരകം പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് സ്പൈസസും ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ സവോളയാണ് എടുത്തത്. അത് നമുക്ക് ചേർത്ത് ശകലം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. കാഷ്യൂനട്ട് അരച്ച ജാറിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 30 ചെറിയുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ സവോളയിലേക്ക് ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഇവിടെ 1 സ്പൂൺ മല്ലിപ്പൊടിയോ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് എരിവ് മതി, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് നന്നായി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ഒരു 1.5 സ്പൂണും കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തക്കാളി വേകാനായിട്ടൊന്ന് മൂടി വെക്കണം. ഒരു 2 മിനിറ്റത്തേക്ക് മൂടി വെച്ചാൽ മതി. മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ട തൈരാണ് ഇട്ടേക്കുന്നത്. തൈര് ഇട്ട് കൊടുക്കാം. തൈരിട്ട് നന്നായി ഒന്ന് ഇളക്കാം. നന്നായിട്ടെല്ലാം ഉടങ്ങി നല്ല പേസ്റ്റ് പോലെ ആക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പുഴുങ്ങി വെച്ച മുട്ടയിൽ നിന്നും 2 മുട്ടയെടുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി മുട്ടകളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെക്കാൻ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. മുട്ട ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ദം ഇടാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നെയ്യ് തടവാം. അതിനുശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ട ശേഷം അതിന് മുകളിൽ മസാല വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും കൂടെ ചേർക്കാം. ഇനി ഇതിന് മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും റൈസ് ഇട്ടിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള വറുത്തതും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞളും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് എല്ലായിടത്തോടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റ് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി. അടിപൊളി ടേസ്റ്റുള്ള എഗ്ഗ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.